അങ്ങനെ കിച്ചൺ പ്രശ്നങ്ങൾ ഈ ബിഗ് ബോസിൻ്റെ സീസൺ കഴിഞ്ഞാലും ഇവർ തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് തോന്നുന്നത്. ആദ്യമേ തന്നെ ഫുഡ് വിളമ്പുന്ന സമയത്ത് അനുമോളെ കുറച്ച് കളിയാക്കി ഫുഡ് ഉണ്ടാക്കിയതിന്. പക്ഷെ ചോറിട്ടത് ആദിലയും നമ്മുടെ സാബുമാനും കൂടെ ചേർന്നിട്ടായിരുന്നു. ചോറ് അവിടെ ആർക്കും തികഞ്ഞില്ല. അങ്ങനെ കറി വിളമ്പുന്നതിനകത്തൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്സ് വന്നു. രാത്രിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഫുഡിനകത്തും നമ്മുടെ അനീഷേട്ടൻ പോയി എടുത്തു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. ഒരു ഓർഡർ ഇല്ലാണ്ട് എല്ലാവരും കൂടെ കയറി മറിഞ്ഞ് വിളമ്പുകയാണ്. അനുമോൾ അവിടെ കറക്റ്റായിട്ട് രീതിയിൽ ചെയ്തുകൊണ്ട് പോയപ്പം ആർക്കും സമ്മതിക്കാൻ വയ്യായിരുന്നു. പക്ഷേ ഇവിടെ ആകെപ്പാടെ കുളം മറിഞ്ഞു പോയി അടുക്കള. അതിനുശേഷം നമ്മുടെ സാബുമാനെ നമ്മുടെ അക്ബറും അതേപോലെ നെവീനും അതിലെ ന്യൂറയും കൂടെ വിളിക്കുകയാണ്. എന്താണ് നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാബുമാൻ പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊരു പ്രശ്നമില്ല, പക്ഷേ ഇവൻ്റെ അടുത്ത് ഞാനിനി പോവില്ല, ഇവനോട് ഞാൻ യാതൊരു രീതിയിലും മിണ്ടാൻ പോവില്ല, ഇവനെ ഞാൻ എൻ്റർടൈൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് പോലും എനിക്ക് യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റും ഇവൻ തരുന്നില്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇവൻ അക്ബറിൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കുകയാണ് എന്ത് ഫുഡാണ് വേണ്ടത് രാത്രിയിലത്തേക്ക്. അക്ബർ പറയുന്നത് ഞാനിവിടെ ഉണ്ടാക്കും എന്നുള്ള രീതിയിലും ഇവൻ പറഞ്ഞിട്ട് ഇവൻ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. ഇവൻ എന്താണ് എനിക്കൊരു പരിഗണന തരുന്നത്? ഞാനൊരു കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ? ഇവൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാം ചെയ്യുന്നത്. ഇവൻ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കില്ല എന്നുള്ള രീതിയിൽ സാബുമാൻ്റെ വിഷമം പറയുകയാണ്. അപ്പം നെവിൻ പറയുകയാണ്, ഇല്ലില്ല, ഞാൻ ഇനി നിൻ്റെ ഇഷ്ടത്തിനെ ഇവിടെ ചെയ്യത്തുള്ളൂ, നീ പറയുന്നത് പോലെ ഞാൻ ഇവിടെ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊരു വഴക്കുണ്ടാകുന്നു. അപ്പോൾ അക്ബർ ചോദിക്കുകയാണ്, എടാ നീ അല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ കഴിക്കുന്ന ഫുഡേ നീ ഇവിടെ ഉണ്ടാക്കുള്ളൂ, ഇപ്പം നീ മാറ്റി പറഞ്ഞത് എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് ആകപ്പാടെ ഒരു കലഹമാണ്. ഇവിടെ ക്യാപ്റ്റൻ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, ഫുഡ് തികയുന്നില്ല. അനുമോൾ നിന്ന് ഉണ്ടാക്കി കറക്റ്റായിട്ട് വിളമ്പിക്കൊണ്ടിരുന്ന അനുമോളെ അവിടെ നിന്ന് പുറത്ത് ചാടിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം.